ആ പത്രം എടുക്കാൻ വന്നതാ നാത്തൂനെ. എങ്ങനെ മനസ്സിലായി? അല്ല ഞാൻ പത്രം എടുക്കാൻ വന്നതായിരുന്നു. അതല്ല, ഞാൻ അവിടുന്ന് പത്രം എടുക്കാൻ വന്നതാ. ഇവിടെ പത്രം ഇല്ലല്ലോ. പത്രം ഇവിടെ പത്രം ഇവിടെ ഇല്ല. ഇല്ല, അവിടെ ഉണ്ട്. ഇവിടെ ഇല്ല പത്രം. പിന്നെ പത്രം ഇവിടെ പോയി? ആ അവിടെ ഉണ്ടാവും. ക്ലീറ്റോ ചേട്ടൻ. ക്ലീറ്റോ എന്നോട് പത്രം എടുക്കാൻ പറഞ്ഞിട്ട് ചോദിച്ചു നോക്കിയാ ഇവിടെ ഇല്ല പത്രം. ഏട്ടൻ ഇപ്പൊ എന്തോ ലോട്ടറി എന്തോ നോക്കാനായിട്ട് എടുത്തിട്ട് പത്രം ഇല്ല. അത് കൊള്ളാമല്ലോ. ഇവിടെ മനുഷ്യനോട് പോയി. ക്ലീറ്റ ക്ലീറ്റ ഇപ്പൊ ഇവിടെ ഇരിപ്പുണ്ടായി. ഇവിടെ പത്രം ഇല്ലാന്ന്. ആ ഇവിടെ കാണുന്നില്ല. പത്രം ഇവിടെ ഇല്ലടാ. പത്രം എടുത്തില്ല. ആ ഞാൻ പത്രം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് വരുമായിരുന്നു. അവനെ വിളിച്ചു വരും. അവൻ എടുത്ത് വായിച്ചോണ്ടിരിക്കും. ഇല്ലെന്ന് പറഞ്ഞില്ലേ ക്ലീറ്റ? അതിന്റെ ഇടയ്ക്ക് വിളിക്കാം. എന്താ എടാ ഇവിടെ പറഞ്ഞത് വെച്ചാൽ നീ വെച്ചാ പത്രം എടുത്തോ? ക്ലീറ്റ പത്രം എടുത്തിട്ടാണോ പിന്നെ എടുത്തോണ്ട് വരാൻ പറഞ്ഞത്? ഞാൻ ഇപ്പൊ വിഴുങ്ങി ഒരു ചായയും കുടിച്ചു. നിനക്ക് തലയ്ക്കുള്ള കുഴപ്പമുണ്ടോ? പത്രം എടുക്കാല്ലേ നിന്നെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞോട്ടെ. പത്രം ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ പിന്നെ നീ എന്റെ അടുത്ത് ചോദിച്ചാ പൊട്ടം കളിക്കാതെ പത്രം എടുത്തോളാം. ചുമ്മാ എന്ത് നിനക്ക് എന്തിന്റെ സൂക്കേടാ? പത്രം ഇവിടെ ഇല്ല ക്ലീറ്റോ ചേട്ടാ. അയ്യോ അത് ഇന്നത്തെ പത്രത്തിൽ ഒരു വാർത്ത നോക്കാനാണ് ഞാൻ എവിടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടാ പത്രം എടുക്കാൻ. ഇന്നത്തെ പത്രത്തിൽ ഒരു കാര്യം നോക്കാനാണ് ഞാൻ എടുത്ത് ചോദിക്കപ്പെടുന്നത്. അമ്മാവൻ എടുത്തിട്ടുണ്ടോ? അമ്മാവൻ എടുത്തോ പത്രം? എടുത്തോ? ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോഴല്ലേ ഇവിടെ പത്രത്തിന് വിട്ടത്. പത്രം അവിടെ നോക്ക്. അങ്ങനെ പത്രം ഇടാണ്ടിരിക്ക. ആ ചക്കൻ ഓൺ അടിച്ചിട്ട് പോണത് ശബ്ദം ഞാൻ കേട്ടതല്ലേ. നോക്കിയതായിട്ടാ. മീന് വണ്ടി ആയിരിക്കും ഓൺ അടിച്ച് പോയത്. നിങ്ങൾ ഇതിനകത്ത് നോക്കി ഇതിനകത്ത് നോക്കി നടന്ന് കയറി വരുമോ? ഇല്ലല്ലോ. ഈ പല ദിവസം ഇവിടുന്ന് പത്രം എടുത്തുകൊണ്ട് വായിക്കാറില്ലല്ലോ. പത്രക്കാരനൊന്ന് വിളിച്ചു നോക്കി. പത്രക്കാരനെ വിളിക്കേണ്ട കാര്യമുണ്ട്. നിങ്ങൾ നോക്കിങ്ങോട്ട് നോക്കുന്ന ഇതിനകത്ത് ഇല്ലാത്ത സാധനം പിന്നെ നോക്കിയാൽ വരുമോ? വിളിച്ചോക്ക്. അല്ലാതെ പത്രം എന്താ മായായിട്ട് മാഞ്ഞു പോയോ? അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ അല്ലെങ്കിൽ സാധനമാണ് എന്റെ ദൈവം, ഞാൻ സംസാരിച്ചോട്ടെ. ഹലോ. കറങ്ങന ഞാന് വീട്ടിലെ പത്രം. ഓ ഓ ചോദിച്ചേ. ശരി 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 ശരി. ശരി ഓക്കെ. അതാണ് ഇന്നലെ വൈകുന്നേരം പത്രം വെച്ചപ്പോൾ ഇല്ലെന്ന് പറഞ്ഞ കാരണം അതായിരുന്നു. ഞാൻ വിചാരിച്ച ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോയിക്കാണോന്ന്. ഓ എന്തെങ്കിലും അങ്ങ് പോയാ കീക്കാച്ചാട്ടെ. അല്ല അയാള് കാലടി കിടക്കുന്നു. എന്താ കാലടി കിടക്കുന്ന അയാള് ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയുണ്ട്? എന്തേലും ഒരു സാധനം അങ്ങോട്ട് കാണാതെ പോയ ഒരുത്തനെ അങ്ങ് കുറ്റപ്പെടുത്തിക്കൊള്ളണം. എടാ നിനക്ക് ഇപ്പൊ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് അയാളൊന്ന് വിളിച്ച് ചോദിച്ചു. വെറുതെ അവനെ സംശയിച്ചിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം. അല്ല ഞാനിവിടെ ആസ്ഥാന കള്ളനല്ലേ അങ്ങ് പറയാനായിട്ട്. അല്ല നീ അല്ല പത്രം എടുത്ത് ഞാൻ പറഞ്ഞ. നീ അല്ല പത്രം എടുത്തെന്ന് ഞാൻ പറഞ്ഞ. പത്രം ഇടാതെ പിന്നെ അങ്ങനെ പത്രം കിട്ടും? പത്രം ഇട്ടിട്ടുണ്ട്. അയാളുടെ മോൻ വരുന്നു. 2 ദിവസമായിരുന്നു. കൃത്യസമയത്തോണ്ട് എടുത്തുണ്ട്. നിനക്ക് അപ്പൊ ഇപ്പോഴും എന്നെ സംശയം ആണ് അല്ലേ? എന്നെ സംശയിക്കാം. നീ ആസ്ഥാന കള്ളനായോണ്ട് ഞാൻ തന്നെ സംശയം. കാരണം എല്ലാവരും കൂട്ടി വെച്ചിട്ട് കൊണ്ട് ആഗ്രഹിക്ക് കൊടുക്കും. ആകെ ഞാൻ എടുത്തടാ. ഞാൻ എടുത്തങ്ങ് വിഴുങ്ങിയടാ. നീ വീണ്ടും വിഴുങ്ങിയ? വീണ്ടും വിഴുങ്ങി. കഷ്ടമാണ് ഈ വീട്ടിൽ ജീവിക്കണത്. അതെ, അത് ചിലപ്പോ നമ്മുടെ രാജ ഡോക്ടർ ഇല്ലേ, അവരുടെ വീട്ടിലൊരു പട്ടിയിട്ട് ആ പട്ടി വന്ന് ചിലപ്പോൾ എടുത്തോണ്ടായിരുന്നു. പിന്നെ പട്ടി ഇപ്പൊ പത്രം വായിച്ചോണ്ടിരിക്കുകയല്ലേ. അതല്ലടെ 2-3 ദിവസമായിട്ട് അടുത്തുള്ളവരൊക്കെ കംപ്ലൈന്റ് പറയുന്നുണ്ട്. ഇത് നേരെ വിളിച്ചാകുമ്പോ വന്ന മുറ്റത്തിരിക്കുന്ന ചെരുപ്പും ഗ്ലാസും ഒക്കെ കടിച്ചോണ്ട് കൂത്ര. ഉണ്ട്. പണ്ട് ഞാൻ ഒരു സമ്മേളനത്തിന് ഒരു പുതിയ ചെരുപ്പ് മേടിച്ചത് ആ പന്നി അല്ല പട്ടി എടുത്തോണ്ട് പോയത്. വെറുതെ സംശയിക്കരുത്. അതൊന്ന് അന്വേഷിച്ച് നോക്കാം. ഏത് പട്ടിയാലും കൊള്ളാം. ഞാൻ വെച്ചിട്ടുണ്ടോ? എന്റെ ആ സംസാരം അത്ര ക്ലിയർ അല്ലല്ലേ? നീ ആ പറഞ്ഞല്ലേ അർത്ഥം വെച്ചുള്ള ഒരു പറച്ചിലാണ് വേണ്ടത്. രാജസാറിന്റെ വീട്ടിലെ പട്ടി അല്ലെങ്കിൽ ബാബുസാറിന്റെ വീട്ടിലെ പട്ടി ഏതെങ്കിലും പട്ടി തന്നെ ഉദ്ദേശിച്ചത്. നീ വഴിയെ പോണെ പിടിച്ചു വലിക്കേണ്ട കാര്യമുണ്ടോ? അയ്യോ ഇതൊക്കെ മനസ്സിലാക്കാനുള്ള മൂള എനിക്കുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നാളെ മുതൽ എന്റെ വീട്ടിൽ വരുന്ന പത്രം നീ എടുക്കരുത്. നിനക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ നീ കാശ് കൊടുത്ത് പത്രം വരുത്തണം. ഞാൻ വായന നിർത്തി. ഇന്നേ നിർത്തി. പ്രശ്നം തീർന്നല്ലോ. നിർത്താൻ വായിക്കാൻ പത്രം വേണ്ടേ? ഞാൻ വായിക്കൂടാ. നിങ്ങൾ വായിക്കട്ടെ. വെറുതെ സംശയിക്കല്ലേ. ഒരു തീരുമാനം ഇല്ലാണ്ട് സംശയിക്കാം. ഇങ്ങനെയും പോവാൻ വയ്യ ഇങ്ങനെയും പോവാൻ വയ്യ. എങ്ങനെ പോയാലും പിന്നെ അത് എവിടെ ഒരുത്ത ഇവിടെ കിടപ്പുണ്ടല്ലോ. എല്ലാവർക്കും വന്ന് അങ്ങോട്ട് ചാഞ്ഞ് നിൽക്കണ കൊമ്പല്ലേ. ഞാൻ പത്രം കണ്ട് എടുത്താ ഞാനോട് കൊടുക്കാം. വേണ്ട. നിങ്ങൾക്ക് എന്നെക്കാളും പ്രായം കൂടുതലുള്ളത് കൊണ്ടും ഒരു സ്ത്രീ ഇവിടെ നിൽക്കണുണ്ടും ഈ 2 കാര്യങ്ങൾ പരിഗണിച്ച് ഞാനിപ്പോ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. മാവനാണ് പോലും മാവൻ. ഓരോ ദിവസവും ഓരോ കാരണം ഉണ്ടാവും. ഇനിയിപ്പോ അതിപ്പോ എവിടെ പോയി?
പിന്നെ എൻ്റെ മകളെങ്ങാനും അത് ബാഗിൽ വെച്ച് കൊണ്ടുപോയി സ്കൂളിലേക്ക് എന്ന് ചോദിച്ചാൽ Alien versus Alien.